ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യുക്ക് സോർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ക്യുക്ക് സോർട്ട് ഈസ് എ വൈഡ്ലി യൂസ്ഡ് സോർട്ടിംഗ് അൽഗോരിതം ഡെവലപ്ഡ് ബൈ CAR ഹൂർ. അതായത് CAR ഹൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ക്യുക്ക് സോർട്ട് ഡെവലപ്പ് ചെയ്തത്. ഇത് കോമൺ ആയിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോർട്ടിംഗ് അൽഗോരിതമാണ് ക്യുക്ക് സോർട്ട് എന്ന് പറയുന്നത്. Quicksort is a highly efficient sorting algorithm and is based on partitioning of array of data into smaller arrays. അതായത് ക്യുക്സോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. അതേപോലെ തന്നെ നമ്മൾ അരേനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ചെറിയ ചെറിയ അരേസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോർട്ടിങ് ചെയ്യുന്നത്. A large array is partitioned into two arrays, one of which holds values smaller than the specified value, say pivot, based on which the partition is made, and another array holds values greater than the pivot value. അപ്പോൾ വലിയൊരു ലാർജ് അറേ ഉണ്ട് നമ്മളെ കയ്യിൽ, സോർട്ട് ചെയ്യാൻ ഒരു ലാർജർ അറേയാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്യുക്ക് സോർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ക്യുക്ക് സോർട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അരേനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന് നമുക്കൊരു ഡിവിഷന് വേണ്ടിയിട്ട് നമുക്കൊരു വാല്യൂ എടുക്കണം. ആ വാല്യൂവിനെയാണ് നമ്മൾ പൈവറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ എടുക്കണം. ആ വാല്യൂവിനെ നമ്മൾ പൈവറ്റ് വാല്യൂ എന്ന് പറയും. ഈ പൈവറ്റ് വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ സ്മോളർ വാല്യൂസും പൈവറ്റ് വാല്യൂവിൻ്റെ റൈറ്റ് സൈഡൊക്കെ ഗ്രേറ്റർ വാല്യൂസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കുറച്ചും കൂടെ ഈസിയാണ്. Quicksort partitions an array and then calls itself recursively twice to sort the two resulting subarrays. അപ്പോൾ ക്യുക്സോർട്ട് ഒരു അരേനെ പാർട്ടീഷൻ ചെയ്ത് അതിൽ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും കോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് സബ്അറേസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. This algorithm is quite efficient for large sized data sets as its average and worst case complexity are big of n log n. അപ്പോൾ നമ്മൾ കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവറേജ് കേസ് അതേപോലെ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n log n ആണ്. അപ്പോൾ ലാർജ് സൈസ്ഡ് ഡാറ്റാസ് അറേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതം ക്യുക്ക് സോർട്ടാണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ സോർട്ടഡ് അല്ലാത്ത അരേ എന്ന് പറയുന്നത്. അപ്പോൾ അരയിൽ 54, 26, 93, 17, 77, 31, 44, 55, 20. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മൾ അരയിലുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് സോർട്ടഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു വാല്യൂ, ഒരു പൈവറ്റ് വാല്യൂവിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് ഏത് വാല്യൂ വേണമെങ്കിലും പൈവറ്റ് വാല്യൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വാല്യൂവിനെ തന്നെ ഒരു പൈവറ്റ് വാല്യൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. 54 വിൽ ബി ദ ഫസ്റ്റ് പൈവറ്റ് വാല്യൂ. അപ്പോൾ 54നെയാണ് നമ്മൾ ഫസ്റ്റ് പൈവറ്റ് വാല്യൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ടാണ് ഇതിൽ സോർട്ടിങ് നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കൊടുത്തതിൽ നോക്കാം. അപ്പോൾ 54 എന്താണ്, പൈവറ്റ് വാല്യൂ ആണ്. അതിന് നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മൾ തുടങ്ങുന്നത് ലെഫ്റ്റ് മാർക്ക് എന്ന് കാണിച്ചിട്ടുള്ള ആരോ മാർക്കിൽ 26 ആണുള്ളത്. അപ്പോൾ 26 നമ്മൾ ലെഫ്റ്റ് മാർക്കാക്കി സെറ്റ് ചെയ്യും. 20 ആ അരേൻ്റെ ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ റൈറ്റ് മാർക്ക് എന്ന് അര മാർക്ക് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്യും. ലെഫ്റ്റ് മാർക്ക് അങ്ങോട്ടും റൈറ്റ് മാർക്ക് ഇങ്ങോട്ടുമാണ് വരുന്നത്. അത്രയാണ് ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണിച്ചത്. രണ്ടാമത്, അപ്പോൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ ഉള്ള 20, 26, 54 കമ്പയർ ചെയ്യും. നമ്മളെല്ലാ കമ്പാരിസൺസും നടത്തുന്നത് 54 എന്നുള്ള പൈവറ്റ് വാല്യൂവുമായിട്ടാണ്. അപ്പോൾ ഈ 26 ലെസ് ദാൻ 54 ആണോ എന്ന് നോക്കും. അപ്പോൾ 26 ഈസ് ലെസ് ദാൻ 54 ആണല്ലേ. ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങണം, മൂവ് ടു റൈറ്റ്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ലെഫ്റ്റ് മാർക്ക് 26 എങ്ങോട്ട് മാറി, 93ലേക്ക് മാറി. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യും, 93 ഈസ് ഗ്രേറ്റർ ദാൻ 54 അല്ലേ. 93 എന്ന് പറയുന്നത് 54-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പം തന്നെ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു തീരുമാനമായി. അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 20 ഈസ് ലെസ് ദാൻ 54. 20 54-നെക്കാട്ടിലും ലെസ്സറുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 54-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ലെഫ്റ്റ് മാർക്കിലും ഉണ്ട്, 54-നെക്കാട്ടിലും ലെസ്സർ ആയിട്ടുള്ളൊരു വാല്യൂ റൈറ്റ് മാർക്കിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താ ചെയ്തിരിക്കണം, സ്വാപ്പ് ചെയ്തിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, ഗ്രേറ്റർ വാല്യൂസ് റൈറ്റിലേക്കും ലെസ്സർ വാല്യൂസ് ഈ സൈഡിലേക്കുമാണ് വരേണ്ടതില്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, സ്വാപ്പിംഗ് നടക്കണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചത്. എക്സ്ചേഞ്ച് 20 ആൻഡ് 93. 20യും 93യും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു
അരയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലെഫ്റ്റ് മാർക്ക് എവിടെയാണുള്ളത്? 20-ലാണുള്ളത്. റൈറ്റ് മാർക്ക് എവിടെയാണുള്ളത്? 93-ലാണുള്ളത്. അതായത് 93 അങ്ങോട്ട് എത്തിയതാണ്. 93 ആദ്യം ഇവിടെ 3ാമത്തെ പൊസിഷനിലായിരുന്നു, പക്ഷേ 93 ഇപ്പം അങ്ങോട്ട് എത്തി. വീണ്ടും എന്ത് ചെയ്യും? ഇതേപോലത്തെ നോ കണ്ടിന്യൂ മൂവിങ് ലെഫ്റ്റ് മാർക്ക് ആൻഡ് റൈറ്റ് മാർക്ക് ഇങ്ങനെ കമ്പാരിസൺസ് ചെയ്തുകൊണ്ടിരിക്കും. 20 ഈസ് ലെസ് ദാൻ 54. അപ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങും. 17-8 കമ്പയർ ചെയ്യും. 17 ഈസ് ലെസ് ദാൻ 54. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങിയിട്ട് 77-ലെത്തും. അപ്പോൾ 77 ഈസ് ഗ്രേറ്റർ ദാൻ 54. അപ്പോൾ അവിടെ നമ്മൾ നിർത്തണം. അപ്പോൾ ലെഫ്റ്റ് മാർക്കിൻ്റെ അവിടെ നമ്മൾ നിർത്തി. നമ്മൾ എന്ത് നോക്കണം? റൈറ്റ് മാർക്ക് നോക്കണം. റൈറ്റ് മാർക്ക് നോക്കുമ്പോൾ 54, അതായത് നമ്മളവിടെ 93 ചെക്ക് ചെയ്തു. 55ഉം 54-നെക്കാട്ടിലും ഗ്രേറ്ററാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 44-ലാണ്. അപ്പോൾ 44 ഈസ് ലെസ് ദാൻ 54. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വന്നു. എന്ത്? ലെഫ്റ്റ് പാർട്ടിലേക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂം റൈറ്റ് പാർട്ടിൽ സ്മോളർ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഏതിനെ വെച്ച് നോക്കുമ്പോൾ? പൈവറ്റ് വാല്യൂവിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് എക്സ്ചേഞ്ച് ചെയ്യണം? 77ഉം 44ഉം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ എക്സ്ചേഞ്ചിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ 77 ഈസ് ഗ്രേറ്റർ ദാൻ 54 ആണ് എന്ന് വീണ്ടും നമുക്ക് കമ്പാരിസണിൽ കിട്ടും. നിങ്ങളിത് ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടും. അപ്പോൾ 77 ഈസ് ഗ്രേറ്റർ ദാൻ 54. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ 31 ഈസ് ലെസ് ദാൻ 54. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം നമുക്കറിയാം 77 ഈസ് ഗ്രേറ്റർ ദാൻ 54 ആണ്, അത് കറക്റ്റാണ്. 31 ഈസ് ലെസ് ദാൻ 54, അതും കറക്റ്റാണ്. ആ രണ്ട് കണ്ടീഷൻസും കറക്റ്റായി വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ഇതില്ല. ഓൾറെഡി കമ്പാരിസൺസ് ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്പ്ലിറ്റ്, ഈ അരേനെ എവിടെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള പോയിന്റ് കണ്ടെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ. കാരണം നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. അതായത് ക്രോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരേൻ്റെ കറക്റ്റ് സ്പ്ലിറ്റിങ് നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു കറക്റ്റ് സ്പോട്ട് എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 54-നെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് ആ പോയിന്റിൽ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ 54-നെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ലെഫ്റ്റ് ഭാഗത്തുള്ളതെല്ലാം സ്മോളർ വാല്യൂസും റൈറ്റ് ഭാഗത്തുള്ളതെല്ലാം 54-നെക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂസാണെന്ന് മനസ്സിലായി. പക്ഷേ 54 ഇപ്പോഴും ഇൻഡെക്സ് 0-ലാണ് നിൽക്കുന്നത്. ആ 54-നെ എവിടെ കൊണ്ടുവന്നിടണം? 54-ൻ്റെ ഒറിജിനൽ പൊസിഷനിൽ കൊണ്ടുവന്നിടണം. അതാണ് അവിടെ കാണിച്ചത്. എക്സ്ചേഞ്ച് 54 ആൻഡ് 31. 54ഉം 31ഉം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഇനി അങ്ങോട്ട് നോക്കുന്നത്, ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഇതിൽ നോക്കിയാൽ കാണാം 54 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ 31, അതായത് അരേ സോർട്ടഡ് അല്ല, അരേ വീണ്ടും ഈ ഐട്രേഷൻസ് ഇങ്ങനെ ചെയ്യുമ്പോഴേ സോർട്ടഡ് ആവുള്ളൂ. ഇപ്പോൾ എന്തായി? നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പൈവറ്റ് വാല്യൂ ആയിട്ട് എടുത്തിട്ടുള്ള 54 അതിൻ്റെ കറക്റ്റ് പൊസിഷനിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 54-ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസും സ്മോളറും 54-ൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസും ഗ്രേറ്റർ ആണെന്നും മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യം. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്? രണ്ട് അരേ കണ്ടോ? ക്യുക്ക് സോർട്ട് ലെഫ്റ്റ് ഹാഫും ക്യുക്ക് സോർട്ട് റൈറ്റ് ഹാഫും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഇതേപോലെ ഒരു പൈവറ്റ് വാല്യൂ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഐട്രേഷൻസ് നടത്തിയിട്ട് അരേനെ എങ്ങനെ സോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടി സിംപ്ലറാണ്. നമ്മളങ്ങനെ എടുക്കുമ്പോൾ നമുക്കങ്ങനെ സോർട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സിംപ്ലറാണ്. അപ്പോൾ ഇതാണ് ക്യുക്ക് സോർട്ട് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ കംപ്ലീറ്റ് സോർട്ടിങ് കാണിച്ചിട്ടില്ല, കാരണം അത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ മതി. ഇനി അതിൻ്റെ അൽഗോരിതം, അതായത് അതിൻ്റെ പ്രോഗ്രാം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആസ് യൂഷ്വൽ നമ്മൾ മെയിൻ ഹെഡർ ഫയൽസ് എല്ലാം കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ 10 എലമെൻറ്റ്സ് ഉള്ള അരേനെ ഡിക്ലെയർ ചെയ്തു. എന്നിനെ എടുത്തു, ഐനെ എടുത്തു. എലമെൻറ്റ്സിന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എഫ് കൊടുത്തു. എലമെൻറ്റ്സിന് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് റീഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഓരോ എലമെൻറ്റ്സിന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റ് എഫ് കൊടുത്തു. ഫോർ ലൂപ്പ് ഇട്ട് ഓരോ എലമെൻറ്റിനെ അരയിലേക്ക് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ട് ഫോർ i = 0, i ലെസ് ദാൻ n, i ++. എന്നിട്ട് എന്ത് ചെയ്തു? അരേ ഓഫ് ഐ എന്നുള്ള അരയിലേക്ക് ഓരോ എലമെൻറ്റിനെയും നമ്മൾ റീഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ക്യുക്ക് സോർട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സോർട്ട് ചെയ്ത അരേനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നു. ഇനി ആ ക്യുക്ക് സോർട്ട് എന്നുള്ള ഭാഗം വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? അവിടെ ആസ് യൂഷ്വൽ നമ്മൾ i, j, പൈവറ്റ്, ടെമ്പ് ഇത്രയും പറഞ്ഞ വാല്യൂസ് നമുക്ക് ലൂപ്പുകൾ ഇടാൻ വേണ്ടിയിട്ട് ഐയും ജെയും, പിന്നെ നമുക്കറിയാം ക്യുക്ക് സോർട്ടിൽ ഒരു വാല്യൂ നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടാണ് വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ പൈവറ്റ് എന്നുള്ള വാല്യൂ വേണം. പിന്നെ ടെമ്പററി ആയിട്ട് ഡാറ്റ എടുത്ത് വെക്കാൻ എല്ലാ സോർട്ടിങ്ങിലും എല്ലാ അൽഗോരിതത്തിലുള്ള പോലെ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു വേരിയബിളിനെ നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കും ഫസ്റ്റ് ലെസ് ദാൻ ലാസ്റ്റ് ആണോ എന്ന് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പൈവറ്റ് വാല്യൂവിനെ ഫസ്റ്റാക്കി സെറ്റ് ചെയ്യും, ഐനെ ഫസ്റ്റാക്കി
ആക്കി സെറ്റ് ചെയ്യും. ജെ ഈക്വൽ ടു ലാസ്റ്റ് ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വർക്കിംഗ് ക്ലിയർ ആവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അറേ ഓഫ് ഐയിലുള്ള വാല്യൂവും പൈവറ്റ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും കമ്പയർ ചെയ്യും. ലാസ്റ്റിലുള്ളതും ഐയും തമ്മിൽ കമ്പാരിസൺ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ അറേ ഓഫ് ജെ ഈസ് ഗ്രേറ്റർ ദാൻ അറേ ഓഫ് പൈവറ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജെ മൈനസ് നമ്മളൊരു സ്റ്റെപ്പ് എന്ത് ചെയ്യണം, റൈറ്റിലാണെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടും ലെഫ്റ്റിലാണെങ്കിൽ ഒരു സ്റ്റെപ്പ് അപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യണം അല്ലേ, ആരോ മാർക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന വർക്കിംഗ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്വാപ്പിംഗ് നടത്തണം. സ്വാപ്പിംഗ് നടത്തുന്നതാണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. എ ഓഫ് ഐ ഈക്വൽ ടു എ ഓഫ് ജെ, പിന്നെ എ ഓഫ് ജെ ഈസ് ഈക്വൽ ടു ടെമ്പററി. അതേപോലെ തന്നെ നമ്മളെ പൈവറ്റ് വാല്യൂ ലാസ്റ്റ് ഭാഗം നമ്മളെ 54നെ കറക്റ്റ് അതിൻ്റെ പൊസിഷനിലേക്ക് എത്തിച്ചില്ലേ. അപ്പോൾ അവിടെയും എന്തുണ്ട്, ഒരു സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്. നമ്മളെ ടെമ്പററിയിലേക്ക് നമ്മൾ പൈവറ്റ് വാല്യൂവിനെ എടുത്ത് വെക്കുക. 31നെ നമ്മൾ പൈവറ്റ് വാല്യൂ നിന്ന് 54ൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 31 നിന്ന പൊസിഷനിലേക്ക് 54നെ കൊണ്ടുവെക്കുക. അപ്പോൾ അവിടെയും ഒരു സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ 2 സ്വാപ്പിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റ് മാർക്കും റൈറ്റ് മാർക്കും ചെയ്യുമ്പോഴത്തെ സ്വാപ്പിങ്ങും അവിടെ ആവശ്യം വരുമ്പോൾ ചെയ്യുന്ന സ്വാപ്പിങ്ങും, പിന്നെ പൈവറ്റ് വാല്യൂ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ട ടേണിംഗ് പോയിൻ്റ് എത്തുമ്പോൾ ആ എലമെൻറ്റും പൈവറ്റ് വാല്യൂ തമ്മിലുള്ള സ്വാപ്പിങ്ങും, ഇങ്ങനെ 2 സ്വാപ്പിംഗ് ആണ് ക്യുക്ക് സോർട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യുക്ക് സോർട്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എല്ലാം സോർട്ട് ചെയ്തിട്ടുള്ള ഒരു അറേ 10 20 30 എന്ന് പറഞ്ഞിട്ട് 10 20 30 40 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് 4 സോർട്ടിങ് അൽഗോരിതമാണ് പറഞ്ഞത്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ക്യുക്ക് സോർട്ട്. ബബിൾ സോർട്ടിൻ്റെ ഓരോന്നിൻ്റെയും ബെസ്റ്റ് കേസും ആവറേജ് കേസും വേസ്റ്റ് കേസും ടൈം കോംപ്ലക്സിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്പേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് കേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബബിൾ സോർട്ട് ആണെന്നുണ്ടെങ്കിൽ ബിഗ് ഓഫ് എൻ റേസ്റ്റ് ടു ബിഗ് ഓഫ് എൻ റേസ്റ്റ് ടു ബിഗ് ഓഫ് 1 ആണ് സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത്. സെലക്ഷൻ സോർട്ട് ആണെന്നുണ്ടെങ്കിൽ എൻ റേസ്റ്റ് ടു, പിന്നെ ആവറേജ് കേസ് എൻ റേസ്റ്റ് ടു, വേസ്റ്റ് കേസ് എൻ റേസ്റ്റ് ടു ബിഗ് ഓഫ് 1 ആണ് വേസ്റ്റ് കേസ് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ. ഇൻസേർഷൻ സോർട്ട് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എൻ, ആവറേജ് കേസ് എൻ റേസ്റ്റ് ടു, വേസ്റ്റ് കേസ് എൻ റേസ്റ്റ് ടു, വേസ്റ്റ് കേസ് ഇൻ സ്പേസ് കോംപ്ലക്സിറ്റീസ് ബിഗ് ഓഫ് 1. ദെൻ ക്യുക്ക് സോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എൻ ലോഗ് എൻ ആണ് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയിൽ, പിന്നെ ആവറേജ് കേസിൽ എൻ ലോഗ് എൻ ആണ് ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റിയിലെ ബെസ്റ്റ് കേസ്. വേസ്റ്റ് കേസിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എൻ റേസ്റ്റ് 2 ആണ്. ഇനി സ്പേസ് കോംപ്ലക്സിറ്റിയിൽ ക്യുക്ക് സോർട്ടിൻ്റെ വേസ്റ്റ് കേസ് എന്ന് പറയുന്നത് ബിഗ് ഓഫ് എൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം നമ്മൾ കോംപ്ലക്സിറ്റി പറഞ്ഞതാണ്. എന്താണ് കോംപ്ലക്സിറ്റി, അൽഗോരിതം കോംപ്ലക്സിറ്റി എന്താണ്, അതേപോലെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്, അതിലെ കേസുകളും നമ്മൾ പറഞ്ഞതാണ്. ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേസ്റ്റ് കേസ് ഒക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ കേസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ അൽഗോരിതം സോർട്ട് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് പെട്ടെന്ന് അത് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് സോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സോർട്ടിങ്ങിന് ഒരുപാട് സ്പേസ് എടുക്കുന്നുണ്ടോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ബിഗർ വാല്യൂസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കണോ? താങ്ക് യു.